നമസ്കാരം. ഈ എപ്പിസോഡിൽ നിക്ഷേപകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഓല ഇലക്ട്രിക് എന്ന കമ്പനിയെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. ഒരുപാട് നിക്ഷേപകർ അടുത്തിടെ ലിസ്റ്റ് ചെയ്ത ഈ ഓഹരിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. സ്റ്റോക്ക് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് അവരവർ സ്വയം വിലയിരുത്തിയ ശേഷം തീരുമാനിക്കാവുന്നതാണ്. കമ്പനിയുടെ ഇതുവരെയുള്ള പ്രകടനം, സാമ്പത്തിക അടിത്തറ, IPOയിൽ നിന്നും സമാഹരിച്ച തുക കമ്പനി എന്തിന് വിനിയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ ഇതിനൊരു നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന EV നിർമ്മാണ ഫാക്ടറിയാണ്. ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന IPO 2024 ഓഗസ്റ്റ് 2 സബ്സ്ക്രിപ്ഷനായി തുറന്നുകൊടുത്തു. ഈ IPO 2024 ഓഗസ്റ്റ് 6 അവസാനിച്ചതിന് ശേഷം ഓഗസ്റ്റ് 9 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തത്. മൊത്തം വിപണികളിൽ നിന്ന് 6145.56 കോടി രൂപ സമാഹരിക്കാനാണ് ഓല ശ്രമിക്കുന്നത്. അതിൽ 5500 കോടി രൂപ പുതിയ ഷെയറുകളുടെ ഇഷ്യൂ വഴി കണ്ടെത്തി. ഒരു ഷെയറിന് 72-76 രൂപ പ്രൈസ് ബാൻഡ് ഉള്ളതിനാൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇഷ്യൂവിൻ്റെ 10% മാത്രമാണ് ലഭ്യമാവുകയുള്ളൂ. ബാക്കിയുള്ളതിൽ 75% QIB അഥവാ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനും 15% NII അഥവാ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുമാണ് ലഭ്യമാവുക. ഇനി കമ്പനി IPO കൊണ്ട് സ്വരൂപിക്കുന്ന തുക എന്തിനു വിനിയോഗിക്കുന്നു എന്ന് നോക്കാം. സെൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അതിൻ്റെ സബ്സിഡിയറി കമ്പനിയായ OCTയെ വിപുലീകരിക്കുന്നതിന് ഈ ഫണ്ടുകൾ വിനിയോഗിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. അതിൻ്റെ നിലവിലെ ശേഷിയായ 5 ജിഗാവാട്ട് അവറിൽ നിന്ന് 6.4 ജിഗാവാട്ട് ആയി ഉയർത്താനും കമ്പനിയുടെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിൽ ഒന്നായ OET വരുത്തിയ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനോടൊപ്പം ഗവേഷണം, വികസനം, കോർപ്പറേറ്റ് ആവശ്യങ്ങൾ എന്നിവയിലേക്കുമാണ് ഈ തുക വിനിയോഗിക്കുക. ഇനി ഓല ഇലക്ട്രിക് മൊബിലിറ്റി സ്റ്റോക്ക് വാങ്ങുന്നത് ഗുണകരമാവുമോ എന്ന് നോക്കാം. ആദ്യം ഈ കമ്പനിയുടെ പോസിറ്റീവ് വശങ്ങൾ പരിശോധിക്കാം. വരുന്ന 4 വർഷത്തിനുള്ളിൽ രാജ്യത്ത് EV 2 വീലറുകളുടെ വിൽപ്പന 2024 സാമ്പത്തിക വർഷത്തിൽ 4.5% വർദ്ധിച്ച് അത് വരുന്ന 4 വർഷത്തിനുള്ളിൽ 40% ഉയരുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. 2026 പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന 7 ഉൽപ്പന്നങ്ങളും പൈപ്പ് ലൈനിലുള്ള 4 ബൈക്കുകളും ഉള്ളതിനാൽ ഓല രാജ്യത്ത് വരാനിരിക്കുന്ന EV ബൂം പ്രയോജനപ്പെടുത്താൻ തയ്യാറാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 സാമ്പത്തിക വർഷത്തിലെ കണക്ക് പ്രകാരം രാജ്യത്തിന്റെ മാനുഫാക്ചറിംഗ് GDPയുടെ 35%, മൊത്തം GDPയുടെ 7% ഓട്ടോമോട്ടീവ് മേഖലയിൽ നിന്നാണ്. ഈ സ്ഥിതി വരും വർഷങ്ങളിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് സാധ്യത. കാരണം 2026 ഓട്ടോമൊബൈൽ സെക്ടർ 40% എത്തിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഇതിൽ നിന്നും പരമാവധി നേട്ടം നേടാൻ സാധ്യതയുള്ള കമ്പനികളിൽ ഒന്നാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ്. കാരണം ഓട്ടോമൊബൈൽ PLI സ്കീം, സെൽ PLI സ്കീം എന്നീ 2 ഗവൺമെന്റ് PLI സ്കീമുകളുടെ ഗുണഭോക്താവായ ഇന്ത്യയിലെ ഏക EV നിർമ്മാതാവ് ഓല ഇലക്ട്രിക് ആണെന്നത് തന്നെയാണ്. കൂടാതെ 2024 മാർച്ച് 31 വരെ സെൽ PLI സ്കീമിന് കീഴിൽ ആനുകൂല്യങ്ങൾ നൽകിയ 3 ഗുണഭോക്താക്കളിൽ ഒരാളാണ് ഓല ഇലക്ട്രിക്. മുൻപ് 20 ജിഗാവാട്ട്സ് അവറിന് ലഭിച്ച ഈ ആനുകൂല്യങ്ങൾ പിന്നീട് 30 ജിഗാവാട്ട് ശേഷിക്കും നൽകുകയായിരുന്നു. ഇനി ഈ കമ്പനിയുടെ ദോഷവശങ്ങൾ പരിശോധിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം ഓല പ്രത്യക്ഷത്തിൽ നഷ്ടത്തിലോടുന്ന കമ്പനിയാണ് എന്നതാണ്. 7 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഈ ഇലക്ട്രിക് വാഹന നിർമ്മാതാവിന് 2021 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 199 കോടിയുടെ നഷ്ടമുണ്ടായപ്പോൾ 2022 784 കോടിയായി ഉയരുകയും 2023 സാമ്പത്തിക വർഷത്തിൽ അത് 1472 കോടിയിൽ എത്തുകയും 2024 ആയപ്പോഴേക്കും നഷ്ടം 1584 കോടിയായി ഉയരുകയും ചെയ്തു. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനങ്ങളായ OET, OCT എന്നിവ നഷ്ടം വർദ്ധിപ്പിക്കുന്നു. നികുതികൾക്ക് മുൻപുള്ള OCTയുടെ നഷ്ടം 2023 സാമ്പത്തിക വർഷത്തിലെ 137.91 ദശലക്ഷത്തിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 652.47 ദശലക്ഷമായി വർദ്ധിച്ചു.
അടുത്ത വെല്ലുവിളി PLI സ്കീമുകൾക്ക് കീഴിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടാൽ ഓലയ്ക്കും കനത്ത വില നൽകേണ്ടി വന്നേക്കാം. കൂടാതെ EVകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന 37% സാമഗ്രികളും ഇറക്കുമതി ചെയ്യുന്നത് കമ്പനിക്ക് വലിയ ചിലവ് വർദ്ധിപ്പിക്കുന്നു. ഇതിൽ 32.4% വരുന്ന ബാറ്ററികളാണ് ഏറ്റവും ചിലവേറിയ ഘടകം. അതുകൂടാതെ ഗവേഷണത്തിനും വികസനത്തിനുമായി ഗണ്യമായ തുക നിക്ഷേപിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. ഇങ്ങനെ നിക്ഷേപിക്കുന്ന വൻതുകയിൽ നിന്നും കമ്പനി നേട്ടങ്ങൾ ഉണ്ടാക്കുമോ എന്നതാണ്. മറ്റൊരു വെല്ലുവിളി ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ വർദ്ധിച്ചു വരുന്ന കിടമത്സരമാണ്. ഇരുചക്ര വാഹന വിപണിയിലെ വൻ കമ്പനികളായ TVS മോട്ടോഴ്സ്, ബജാജ് തുടങ്ങിയ കമ്പനികൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം യഥാക്രമം 19%, 12% വിപണി വിഹിതം നേടി മുന്നേറിയിരുന്നു. മറ്റൊരു വൻപൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോയും EV സെഗ്മെന്റിൽ ചുവടുറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനേക്കാൾ ഒക്കെ പ്രധാനം ബംഗളൂരു തന്നെ ആസ്ഥാനമായുള്ള എയ്തർ എനർജി എന്ന കമ്പനി ഓല ഇലക്ട്രിക്, TVS, ബജാജ് എന്നിവയുടെ പ്രധാന സ്കൂട്ടറുകളുമായി നേരിട്ട് മത്സരിക്കുന്ന റിസ്ത എന്ന ഫാമിലി സ്കൂട്ടർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ പുതിയതും നിലവിലുള്ളതുമായ നിക്ഷേപകരിൽ നിന്ന് പ്രാഥമിക ഫണ്ടിങ്ങിലൂടെ ഏകദേശം 750 കോടി രൂപ സമാഹരിക്കുന്നതിനുള്ള പദ്ധതികളും എയ്തർ ആവിഷ്കരിക്കുന്നു. ഏപ്രിലിൽ ഓല ഗ്രൂപ്പിന്റെ റൈഡ് ഹെയിലിംഗ് ബിസിനസ്സായ ഓല ക്യാബ്സ് 200ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. ഏപ്രിലിൽ ഓല ക്യാബ്സ് അതിന്റെ എല്ലാ അന്താരാഷ്ട്ര വിപണികളായ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇനി ഈ ഓഹരിയിൽ അനലിസ്റ്റുകളുടെ നിലപാടുകൾ നോക്കാം. ഉയർന്ന അപകട സാധ്യതയുള്ള IPO എന്ന ദീർഘകാല റേറ്റിംഗ് ആണ് ഈ ഓഹരിക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത് ഈ IPO റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇടത്തരം മുതൽ ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പരിഗണിക്കാവുന്ന ഒന്നാണ് എന്നതാണ്. ഇതിന് അവർ ചൂണ്ടിക്കാട്ടുന്നത് വരും വർഷങ്ങളിൽ ഓലയ്ക്ക് ഗണ്യമായ വളർച്ച കൈവരിക്കാനാകും. കൂടാതെ മാർച്ച് 24-ന് ഓല ഗിഗാ ഫാക്ടറിയിൽ അവർ 4680 ഫോം ഫാക്ടർ സെല്ലുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇത് ബാറ്ററി, EV എന്നിവയുടെ ഗുണനിലവാരം, വിതരണം, ചിലവ് എന്നിവയിൽ മികച്ച നിയന്ത്രണം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. മറ്റൊരു കാരണമായി അനലിസ്റ്റുകൾ പറയുന്നത് നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനമാണെങ്കിലും EV 2-വീലർ സെഗ്മെന്റിൽ കമ്പനിക്ക് ഇപ്പോഴും 34.8% വിപണി വിഹിതം ഉണ്ട് എന്നതാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ വിലയിരുത്തുന്നത് കമ്പനിയുടെ നില മെച്ചപ്പെടുന്നത് വരെ നിക്ഷേപത്തിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ്. കാര്യങ്ങൾ എന്തുതന്നെ ആയാലും പുതുതായി നിക്ഷേപത്തിന് ഒരുങ്ങുന്നവർ സ്റ്റോക്ക് ഇപ്പോൾ വൻ മുന്നേറ്റം നടത്തുന്നു എന്ന് കരുതി ആകൃഷ്ടരാകാതെ ഒരു ദീർഘകാല വീക്ഷണത്തോടുകൂടെ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ച് സമഗ്രമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷം യോജിച്ച തീരുമാനത്തിലെത്തുന്നത് നന്നായിരിക്കും. കാരണം ഈ അടുത്ത കാലത്തായി ലിസ്റ്റ് ചെയ്ത പേടിഎം, നൈക്ക, ഐഡിയ ഫോർജ് തുടങ്ങിയ പല ഓഹരികളും ആദ്യത്തെ വൻ മുന്നേറ്റത്തിന് ശേഷം തിരിച്ചു വരുന്നതാണ് കണ്ടത്. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഓഹരികൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്